ലോകം കീഴടക്കിയ അലക്സാണ്ടറും നീറോയും അതേപോലെ അനേക മഹാന്മാർ അവരെല്ലാം ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ചു പോയി. അവരുടെ കല്ലറകളെല്ലാം ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ലോകത്തിൻ്റെ മധ്യഭാഗമായ യെരുശലേമിൽ ഒലിവ് മലയുടെ അടിവാരത്തിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുകയാണ്. ആ കല്ലറയുടെ മുഖത്ത് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രിയ പുത്രൻ ഈ ലോകത്തിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു യാഗമായി തീരുവാൻ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വരുവാനിടയായി തീർന്നു. യേശു കർത്താവിൻ്റെ ജനനം വഴിയമ്പലത്തിനരികിൽ എവിടെയെങ്കിലും ആയിരിക്കാം. കർത്താവിനെ കിടത്താൻ ഒരിടമില്ലായകയാൽ വഴിയമ്പലത്തിൽ യാത്രികരെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് അവിടെ പശുത്തൊട്ടിയിലാണ് തമ്പുരാനെ കിടത്തുവാനിടയായി തീർന്നത്. എന്നാൽ തുടർന്നുള്ള കർത്താവിൻ്റെ പരസ്യശുശ്രൂഷയുടെ വേളയിലൊക്കെ കർത്താവിൻ്റെ തിരുവത്താഴം നടത്തിയത് വിരിച്ചൊരുക്കിയ ഒരു വൻമാളികയിലായിരുന്നു. തമ്പുരാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയും പടയാളികൾ പങ്കിട്ടെടുത്തു. അങ്കിക്ക് വേണ്ടി ചീട്ടിടുവാനിടയായി തീർന്നു. അത്ര മഹനീയമായ തലത്തിൽ എൻ്റെ കർത്താവ് ആദരിക്കപ്പെടുവാനിടയായി തീർന്നു. ക്രൂശിൽ നിന്ന് ഇറക്കി കർത്താവിൻ്റെ ശരീരം സംസ്കരിക്കുവാനായി മുന്നിട്ട് വന്നത് അരിമത്യയിലെ ജോസഫായ അവിടുത്തെ മന്ത്രിയായിരുന്നു. പരീക്ഷാ സംഘത്തിൻ്റെ മേധാവിയായ നിക്കോദിമോസും പരസ്യമായ രംഗത്തിൽ വന്ന് യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധക്കൂട്ടുകൾ ലേപനം ചെയ്ത് നിർമ്മല ശീലകളിൽ പൊതിഞ്ഞ് ഒലിവുമലയുടെ അടിവാരത്തുള്ള പുതിയ കല്ലറയിലാണ് കർത്താവിനെ സംസ്കരിക്കുവാനിടയിൽ തീർന്നത്. ഒന്നോർക്കണം, യേശു പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന്. ഈ വാക്കുകൾ ശത്രുക്കളുടെ ഹൃദയത്തിൽ ആഴമായി തറച്ചിരുന്നതിനാൽ ഒരിക്കലും യേശു പുറത്തു വരല് എന്നുള്ള വലിയ ചിന്തയോടുകൂടെ ആ കല്ലറയിൽ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിക്കുകയും ചരിത്രത്തിൽ ഒരു കല്ലറയ്ക്കും പടയാളികളെ കാവൽ നിർത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ യേശുവിൻ്റെ കല്ലറയുടെ ചുറ്റിലും പടയാളികളെ കാവൽ നിർത്തുവാനിടയായി തീർന്നു. ശക്തമായ കല്ലറ, പടയാളികൾ, റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര, ദുഷ്ടാത്മശക്തിയുടെ ശക്തമായ പോരാട്ടം. ഇതിൻ്റെ നടുവിൽ യേശു പുറത്തു വരാതിരിക്കുവാനായി ശത്രുക്കളാവുന്നിടത്തോളം അവർ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇവിടെ യേശു കർത്താവ് വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ തന്നെ തമ്പുരാൻ ഭൂമിയുടെ ഉള്ളറയിൽ തിരുഗ്രന്ഥത്തിൽ പറയുന്ന പ്രകാരം 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഭൂമിയുടെ ഉള്ളറയിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ഒന്ന് പാതാളമാണ്. ഇവിടെ പാപികളായി മരിക്കുന്ന വ്യക്തികൾ ചെന്നെത്തുന്നത് ഈ പാതാളത്തിലാണ്. ഇവിടെ യേശുവിൻ്റെ വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് ഈ ഭൂമി അഗ്നിക്കിരയാക്കിയതിന് ശേഷം ഇവിടെ ജീവിച്ചു മരിച്ച സകല പാപികളെയും ന്യായം വിധിച്ച് നരകങ്ങളിലേക്ക് തള്ളുന്നത് വരെ പാപികൾ ചെന്നെത്തുന്നത് ഈ ഭൂമിയുടെ ഉള്ളറയാകുന്ന പാതാളത്തിലേക്കാണ്. എന്നാൽ പഴയ നിയമകാലത്തിലെ വിശുദ്ധന്മാർ മരണപ്പെടുമ്പോൾ
അവരുടെ ആത്മാവ് കടന്നു ചെല്ലുന്നത് ഈ പാതാളത്തിനരികിലായി പറുദീസ എന്നൊരു സ്ഥലം ദൈവം തമ്പുരാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ അബ്രഹാം പിതാവിൻ്റെ മടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ യേശു കർത്താവ് ക്രൂശിൽ നിന്നും കർത്താവ് കടന്നു ചെല്ലുന്നത് ഈ പറുദീസയിലേക്കാണ്. അവിടെ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരോട് കൂടെ അവിടെ കർത്താവ് ആയിരിക്കാനിടയായി തീർന്നു. നമുക്കറിയാം പാതാളത്തിൻ്റെ അവസ്ഥ. ഇരുമ്പും നിക്കലും എന്ന് പറയുന്ന കരാവസ്ഥയിലുള്ള ലോകം ദ്രാവകാവസ്ഥയിൽ അത് കത്തി തിളച്ചു മറിയുന്ന ഒരു അനുഭവമാണ് പാതാളത്തിലുള്ളത്. ഇന്ന് ലോകത്തിൽ ദൈവത്തെ മറന്ന് എല്ലാ അനീതികൾക്കും വിധേയപ്പെട്ട് പാപികളായി ജീവിക്കുന്നവർ ചെന്നെത്തുന്നത് ഈ പാതാളത്തിലാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യത കൂടിയാണ്. ഭൂമിയുടെ ദുർബല പ്രദേശങ്ങളിലൂടെ ഭാഗങ്ങളിലൂടെ പലപ്പോഴും ലാഭപ്രവാഹം കാണുവാനിടയായിട്ടുണ്ട് മനുഷ്യർക്ക്. ഓർക്കണം, ഇവിടെ നിന്ന് യേശു കർത്താവ് 3-ാം ദിവസം ഞായറാഴ്ചയുടെ രാവിലെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയം മുദ്രയെ തകർത്തുകൊണ്ട് ആ കല്ലിനെ ഉരുട്ടി മാറ്റിക്കൊണ്ട് പടയാളികളെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവപൈതലിന് പ്രത്യാശയുണ്ട്, അവർക്ക് മരണമില്ല. ഈ ലോകത്തിൽ നമ്മൾ വാർദ്ധക്യമായി ശരീരം ക്ഷീണിച്ച് അത് നിർജീവമാകുമ്പോൾ, അതിനെ കൊണ്ട് അടക്കുമ്പോൾ വചനം പറയുന്നതൊരു ഉറക്കമാണ് എന്ന്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവ് മധ്യാകാശത്തിലെ രണ്ടാമത് വരുമ്പോൾ ഇവിടെ നിന്ന് ഉറക്കമുണർന്ന് യേശുവിൻ്റെ പൊന്നുമുഖത്തെ നോക്കി ഇവിടുന്ന് പറന്നുയരുവാനിടയായിത്തീരും. ഇവിടെ കല്ലറയിൽ നിന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസക്കാലം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ കർത്താവ് വെളിപ്പെട്ടു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പടയാളികളുടെ നടുവിലും പരീശന്മാരുടെയും യഹൂദന്മാരുടെയൊക്കെ മുമ്പിൽ കർത്താവ് താൻ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. 40-ാമത്തെ ദിവസം ഒലീവ് മലയിൽ നിന്നും തൻ്റെ എല്ലാ ശിഷ്യന്മാരോടും ചേർന്ന് കർത്താവ് അവിടെ നിന്നും അവർക്ക് അന്ത്യ ഉപദേശം നൽകി കർത്താവ് സ്വർഗത്തിലേക്ക് കയറുവാനിടയായി തീർന്നു. സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ തന്നെ മധ്യാകാശത്തോട് എടുക്കുമ്പോൾ ഒരു മേഘം വന്ന് കർത്താവിനെ മറയുകയും അവിടെ 2 ദൂതന്മാർ പ്രത്യക്ഷരായി, യേശു നിങ്ങളെ വിട്ട് കടന്നു പോകുന്നത് പോലെ യേശു വീണ്ടും വരുമെന്ന് അവർക്ക് കർത്താവ് എൻ്റെ ആ ആലോചന പ്രകാരം സന്ദേശം നൽകുവാനിടയായി തീർന്നു. അപ്രകാരം അവർ സന്തോഷത്തോടെ കടന്നുപോയി മർക്കോസിൻ്റെ മാളിക മുറിയിൽ ചെന്ന് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 120 പേർ അടങ്ങുന്ന സംഘമായിരുന്നു. അവരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരികയും അവർ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ കടന്നുപോയി യേശുവിൻ്റെ ദിവ്യ സുവിശേഷത്തെ അവർ പ്രഘോഷിക്കുകയും ഇന്ന് ലോകത്തിൽ ജനകോടികളെ യേശുവിൻ്റെ മക്കളാക്കി തീർക്കുവാനിടയായി തീർന്നു. അതിശക്തമായ തലത്തിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ അറ്റത്തോളം സകല ജാതികളിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ 2-ാമത്തെ വരവ് സംഭവിക്കുമെന്നുള്ളതാണ്. തിരുവചന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ വരവിൻ്റെ സമയമായി. ഇവിടെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് എല്ലാ മനുഷ്യരെയും ഹൃദയപൂർവ്വം യാതൊരു വിഭാഗീയതയും കൂടാതെ കർത്താവ് സ്നേഹിക്കുവാനിടയായി തീർന്നു. ഇന്ന് യേശു കർത്താവ് 2 കരങ്ങളും നീട്ടി ലോകത്തിലെ മുഴുവൻ ജനങ്ങളെ സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും യേശു കർത്താവിൽ പരിഹാരമുണ്ട്. നീറിപ്പോകുന്ന ഏത് വിഷയത്തിനും പരിഹാരം തരാൻ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അതിൻ്റെ യേശു മാത്രമാണ്. പ്രിയരെ, ദൈവങ്ങൾ അനേകം ഇന്ന് ലോകത്തിലുണ്ട്.
ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഒരു 5 വിധ മാനദണ്ഡങ്ങളാണ് ഇന്ന് ലോകത്തിൽ ദൈവത്തെ കണ്ടെത്തേണ്ടതിനായിട്ട് നിഷ്കർഷിക്കുന്നത്. അതിൽ ഒന്ന്, ദൈവത്തിനുണ്ടാകേണ്ട ഒന്നാമത്തെ പ്രത്യേകത, ദൈവം സർവസൃഷ്ടിതാവായിരിക്കണം. നാം സേവിക്കുന്ന ദൈവത്തിന് എല്ലാം സൃഷ്ടിക്കാൻ കഴിവുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ദൈവത്തിനുണ്ടാകേണ്ട പ്രത്യേകതയാണ് ദൈവം സർവജ്ഞാനിയായിരിക്കണം. പ്രാദേശിക ദൈവങ്ങൾക്കൊന്നും എല്ലാ ഭാഷകളും അറിയണമെന്നില്ല. എന്നാൽ എല്ലാ ഭാഷകളിലും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ള സർവജ്ഞാനിയായിരിക്കണം യഥാർത്ഥ ദൈവം. അതേപോലെ ദൈവത്തിൻ്റെ നാലാമത്തെ പ്രത്യേകതയാണ് ദൈവം സർവശക്തനായിരിക്കണം. ഈ ലോകത്തിലെ ദൈവങ്ങൾക്ക് സ്തോത്രം, ഒന്നിന് കഴിവുണ്ടാവുകയും മറ്റൊന്നിന് കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിനെല്ലാം സൃഷ്ടിക്കാൻ കഴിയും, പരിപാലിക്കാൻ കഴിയും, ദൈവത്തിന് എല്ലാം നശിപ്പിക്കുവാനും കഴിയും. ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. അതുപോലെ ദൈവത്തിൻ്റെ നാലാമത്തെ പ്രത്യേകതകളാണ് ദൈവം സർവവ്യാപിയായിരിക്കണം. ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവം. പ്രപഞ്ചത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമായിരിക്കണം യഥാർത്ഥ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ദൈവത്തിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് ദൈവം അനാദിയായവനായിരിക്കണം. യേശു കർത്താവിന് ആദിയുമില്ല അന്തവുമില്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അനേക പ്രവാചകന്മാരിലൂടെ പ്രവചിച്ചിരുന്നു. അത് കേട്ട് യഹൂദ മതത്തിൽ, ഇസ്രായേലിൽ അനേക പെൺകുട്ടികൾ കാത്തിരുന്നു, ആ യേശു, ആ ദൈവപുത്രൻ എൻ്റെ ഉദരത്തിൽ പിറക്കണമെന്ന് കാത്തിരിക്കുന്നു. അങ്ങനെ നസ്രയത്ത് എന്ന പുറം ഗ്രാമത്തിൽ 13-14 വയസ്സ് മാത്രം പ്രായമുള്ള മറിയ എന്ന പെൺകുട്ടിയെയാണ് ദൈവം കടാക്ഷിച്ച് അവളിലാണ് യേശു കർത്താവ് ഒരു മനുഷ്യനായി ഭൂമിയിൽ പിറന്നു വരുവാനിടയായി തീർന്നത്. നമുക്ക് വളരെയേറെ ദാഹിക്കാം. നിങ്ങളുടെ ഉള്ളിൽ യേശു കടന്നു വരും, നിങ്ങളുടെ കുടുംബത്തിൽ യേശു കടന്നു വരും. യേശു സ്നേഹത്തിൻ്റെ നിറകുടമാണ്. യേശു കടന്നു വന്നാൽ അവിടുത്തെ സ്ഥിതി മാറും, സ്വർഗതുല്യമായി മാറും. യേശുവിനെ സ്വീകരിച്ച രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ തീർന്നു. യേശുവിനെ സ്വീകരിച്ച വ്യക്തികൾ, സമൂഹങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കർത്താവ് തരും. ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ നിമിഷങ്ങളിൽ സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ കടന്നു വരണമേ, എൻ്റെ സ്ഥാപനത്തിൽ കടന്നു വരണമേ, എൻ്റെ രാജ്യത്തിൽ കടന്നു വരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായി യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. വലിയ അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് മനസ്സും നിറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതുമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.